എണ്ണ തേക്കാൻ പറഞ്ഞാൽ തേക്കത്തില്ല. ചെട 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 ചെട. ഒന്നുമില്ല, ഒരു പേനും ഇല്ല. അതാ ഞാൻ പറഞ്ഞ ഒന്നുമില്ല, പേനൊന്നും ഇല്ല ഇപ്പോ. അതെങ്ങനാ? അങ്ങനത്തെ വിഷങ്ങളല്ലയോ വാരി തേക്കുന്ന തലയിൽ, പിന്നെ എങ്ങനെയാ പേനിരിക്കുന്നത്? നല്ലല്ലേ അമ്മൂമ്മ, ഇല്ലെങ്കിൽ ഇതൊക്കെ ഇരുന്ന് കൊല്ലണ്ടേ. ഈ ലളിതചേട്ടന്റെ ബൈക്ക് എപ്പോ ഇവിടെ വന്നാലും അന്ന് ഞങ്ങൾ നിന്നു പോകും. പെട്ടെന്ന് എടുക്ക അവിടുന്ന്, ഞാൻ ഇവിടുന്ന് എടുക്കാം. കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞ? അമ്മ കല്യാണ പരിപാടി നടന്നുകൊണ്ടിരിക്കണം, ഒന്നും പറയണ്ട. പിന്നെ ഇതിനിടയ്ക്ക് ഗ്യാസിന്റെ ചെറിയ ഷോർട്ടേജ്, അപ്പൊ അവിടുത്തെ ഇവിടുത്തെ സിലിണ്ടർ എടുക്കണ്ടേ, എന്നാലേ കാര്യം നടക്കുള്ളൂ. അയ്യോ നാളെ നീ എടുത്തിട്ടോ, ഞാൻ ഇവിടുത്തെ എടുക്കാം. അല്ല ഇവിടത്തെ ഗ്യാസ് തീരായിരിക്കുന്നെന്നാണ് ലില്ലി പറഞ്ഞത്. അത് മതിയമ്മ, അത് കുഴപ്പമില്ല, വൈകുന്നേരം വേറെ എടുക്കാം, നമുക്ക് നിറയ്ക്കാം. ഇതെങ്ങനെ ഇപ്പൊ ഗ്യാസ് സീനാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പൊ ഇതെന്തോ ചെയ്യുമെന്ന് ചേച്ചി ഈ വാറൊക്കെ വല്ല നല്ലേ? ഒരു മിസൈൽ വന്ന് വീഴുമ്പോ നല്ലേ. അത് വന്നോണ്ട് ഇപ്പൊ ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഗ്യാസ്. അല്ല ഇതെല്ലാം കൂടെ എടുത്തോണ്ട് പോയാ എങ്ങനെയാ അമ്മ? ഒരു കൈവേ അവിടത്തെ ഇത് കുറവെന്ന് ആര് പറഞ്ഞു? ലില്ലി പറഞ്ഞു ഇതില് നിറയുണ്ട്. ഇത് കാലിയാ, നീ ഇത് പിടി, അത് നമുക്ക് നിറയ്ക്കാം. പിന്നെ നമ്മളെ കല്യാണ പരിപാടിയല്ലേ നടക്കണത്, 500 പേർക്ക് ഭക്ഷണം കൊടുക്കാനുള്ളതാണ്. ഓ സന്ധ്യക്ക് മുമ്പ് കൊണ്ടുവരണേ അമ്മ, ഞാൻ എത്തിക്കൂന്ന് പറഞ്ഞില്ലേ. നമ്മളെ ആളും ഉണ്ട്, സാധനവും ഉണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാലേ ഒന്നിന് വരെ അല്ല രണ്ടിന് വരെ 4 എണ്ണം കൊണ്ടുവരും, പോരെ? പ്രശ്നം തീരില്ലേ? പരിപാടി അവിടെ അടുപ്പിൽ കിടക്കുന്ന സാധനം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഇത്തിരി വൈകൂന്ന് പറഞ്ഞു. അതാണ്, നമുക്ക് സാധനം കിട്ടും. ദൈവമേ, തന്നെ എന്തായാലും ഓരോ കാര്യങ്ങൾ അവിടെയും ഇല്ല ഇവിടെയും ഇല്ല. കൊണ്ടുവരുമായിരിക്കും. അല്ല വല്ലവരും വല്ലയിടത്തും ഒക്കെ കിടന്ന് യുദ്ധം ചെയ്യുന്നത്, ഗ്യാസ് ഇല്ലാത്ത ഇവിടെയുള്ളവർക്ക് എന്തൊരു പാടാണെന്ന് പറയൂലുമേ. യുദ്ധം വന്നാ അങ്ങനെ അമ്മൂമ്മ എല്ലാവരും അത് പ്രശ്നം ഉണ്ടാക്കും. പ്രാർത്ഥിക്കാതെ നിൽക്കാൻ. ഓ അത് വിഷമിക്കുമല്ലോ. ഈ ചെറുക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയിൽ യാത്ര തന്നെ. ഞാൻ പോയി മുടി ചിരിപ്പോ. അമ്മ ആരോട് ചോദിച്ചിട്ട് അമ്മയെ ക്ലീറ്റച്ചന്റെ ഗ്യാസ് എടുത്തു കൊടുത്തത്? അയ്യോ ഞാൻ എടുത്തു കൊടുത്തതല്ല, അവൻ തനിച്ചു കയറി എടുത്തതാ. അപ്പൊ അങ്ങനെ കയറി വന്ന് എടുക്കുമ്പോ അമ്മക്ക് പറഞ്ഞുകൂടെ എടുക്കരുതെന്ന്? അവൻ ഏറ്റുപോയതാണ്. 500 പേരുടെ ആഹാരം അടുപ്പേ കിടക്കുന്നെന്നൊക്കെ പറഞ്ഞ പിന്നെ ഞാൻ എന്തോ ചെയ്യും? പിന്നെ അവൻ വൈകിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞടി. ആര്? ക്ലീറ്റച്ചേട്ടനാ? വൈകിട്ട് നോക്കി ഇരുന്നാ മതി, ഇപ്പൊ തന്നെ കൊണ്ടുവരും. നിന്റെ അല്ലേ ആങ്ങളാ? എന്റെ ആങ്ങളെ ആയതുകൊണ്ടാ ഞാൻ പറഞ്ഞത് കൊണ്ടുവരത്തില്ലെന്ന്. ഏട്ടനോട് ഞാൻ എത്ര ദിവസമായിട്ട് പറയാന്നറിയാം, ഗ്യാസ് തീരാറായി ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിക്കാന്ന്. ഏട്ടനത് കേട്ടില്ല. ചേട്ടാ ഇപ്പൊ ഞാനും എന്റെ മോനും ആയ കുറ്റക്കാര്. ലില്ലി ആ എടി ഇച്ചിരി വെള്ളം ചൂടാക്കി തന്നേ. നീയൊക്കെ കാരണം എനിക്ക് ഇവിടെ കിടക്കപ്പുറത്തില്ലാതിരിക്കുകയാണ്, അറിയാമോ? ഞാൻ എന്ത് ചെയ്ത്? അവരോട് വിളിച്ച് പറ ഗ്യാസ് കൊണ്ടുവരാൻ. ഓ ഗ്യാസിന്റെ കാര്യമാണ്, അത് ക്ലീറ്റ കൊണ്ടുവരും. ചേച്ചിക്ക് എന്തിരുന്ന് നിസ്സാരം, ഇവിടുത്തെ ഗ്യാസും തീർന്ന്. ഇവിടുത്തെ ഗ്യാസ് തീർന്നാ? ആന്ന് എന്റെ പൊന്നെ, ഇത്ര പെട്ടെന്ന് ഇന്നാളല്ലേ ഇടി വെച്ചത്? ഇന്നാളാ? 1 മാസം കഴിഞ്ഞ് ഗ്യാസ് തീരേണ്ട സമയം എപ്പോഴായെന്നറിയോ?
അവൻ വന്നൊരു കാര്യം പറഞ്ഞ ഞാൻ എടുത്തു കൊടുത്തതല്ല. ഇപ്പൊ അവളെ വായിരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കേണ്ടി വന്നു. എന്ത് പാടില്ല. എന്റെ അമ്മേനെ ഞാൻ കുറ്റം പറഞ്ഞതല്ല. ക്ലീറ്റോ ചേട്ടൻ വന്ന് ചോദിക്കുമ്പോ ഇവിടുത്തെ ഗ്യാസ് തീരാറായി നമുക്ക് പറഞ്ഞുകൂടായിരുന്നു. അത് അമ്മ പറഞ്ഞില്ലല്ലോ. അത് അമ്മയ്ക്ക് സമാധാനമായെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ അത്രേ ചോദിച്ചോളൂ. ക്ലീറ്റോ ചേട്ടൻ ആയതുകൊണ്ട് ഇനി ആ ഗ്യാസ് കണി കാണാൻ കിട്ടത്തില്ല. ഇത് പമ്മനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ക്ലീറ്റോനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ ഒരു സദ്യയൊക്കെ ഏറ്റേക്കുന്നു. അപ്പൊ അവിടുത്തെ ഗ്യാസ് തീർന്നു പോയി. അവിടെ മുഴുവൻ അന്വേഷിച്ച് കിട്ടിയില്ല. അപ്പൊ ഇവിടെ വന്നെടുക്കാതെ പിന്നെ വേറെ എന്ത് ചെയ്യും? ഞാൻ ക്ലീറ്റോനെ വിളിച്ചിട്ടുണ്ട്. രാത്രി ഇങ്ങ് കൊണ്ടു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. രാത്രി ക്ലീറ്റോ ചേട്ടനാ മാനത്തോടെ നോക്കി ഇരുന്നാ മതി. ഇപ്പൊ തന്നെ കൊണ്ടുവരും. കണ്ടോ? അവളുടെ ഒരു ആവശ്യം വന്നപ്പോഴത്തേനും ആങ്ങളെ ഇല്ല, പെങ്ങളും ഇല്ല. ചേച്ചി ഇത് കണ്ട ചേച്ചി, ഇതേ ചപ്പാത്തി ഉണ്ടാക്കാൻ പോലും പറ്റില്ല. ആകെ ഒരെണ്ണം ഉണ്ടാക്കിയത്. അവിടെ വരാം ഞങ്ങൾ കഴിക്കാനായിട്ട്. ഇപ്പൊ എന്നോടാണെങ്കിൽ നീ പറഞ്ഞല്ലോ അടുപ്പ് കത്തിച്ച് അങ്ങ് ഉണ്ടാക്കണമെന്ന്. അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കണം. ഒരു ദിവസം വേണ്ടേ? ആങ്ങളയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അത്രേ ഉള്ളു കാര്യം. ആണോ? ആണോ? നല്ല കട്ടൻ ചായയും ചൂട് പഴംപൊരിയും ഉണ്ടാക്കി അത് തിന്നുകൊണ്ടിരിക്കേണ്ട സമയമായി ഇപ്പൊ. ഇന്ന് ഈ കാലത്തിന്റെ ഇടയ്ക്ക് നീ ഈ പറഞ്ഞ പഴംപൊരിയും കട്ടൻ ചായ ഈ സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടില്ലേ? ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടില്ലേ? ഉണ്ടോ? അത് തിന്നാൻ ചേച്ചി വന്നിട്ടുണ്ടല്ലോ. ഞാനായിരിക്കൂല. പിന്നെ എനിക്ക് ആഗ്രഹം തോന്നുമ്പോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഗ്യാസ് ഉണ്ട്. ഇന്ന് നിനക്ക് ആഗ്രഹം തോന്നും. കാരണം ഇന്ന് ഗ്യാസ് ഞങ്ങളുടെ കഷ്ടകാലത്തിനൊന്നും എടുത്തതുകൊണ്ട്. ശരി. ഏട്ടനെ ഞാൻ വിളിച്ചായിരുന്നല്ലോ. ഇവിടുത്തെ ഗ്യാസിന്റെ കുറ്റി എടുത്തോണ്ട് ക്ലീറ്റോ ചേട്ടൻ പോയി. അവൻ ഗ്യാസിന്റെ പരിപാടി തുടങ്ങിയ അപ്പോഴത്തേക്ക് ഇവിടുത്തെ ഗ്യാസും തീർന്നു. കൃത്യം 1 മാസം കൊണ്ട് അവളുടെ ഗ്യാസ് തീർന്നു. 1 മാസം കൊണ്ടാ? ചേച്ചിയോട് ഞാൻ പറഞ്ഞു 1.25 മാസം ഞാൻ എന്റെ കുറ്റി ഉപയോഗിച്ചത് കേട്ടല്ലോ. ഇവിടെ വെറുതെ വർത്താനം പറയുകയാണ്. ഗ്യാസിന്റെ പരിപാടി തുടങ്ങിയ ഒന്ന് പോയേടാ അവിടുന്ന്. പിന്നെ ഊടായ്പ പരിപാടിക്കാണ് ഇവിടുന്ന് എടുത്തുകൊണ്ട്. അവിടെ കേറ്ററിംഗിന്റെ സ്ഥലത്ത് ഗ്യാസ് വന്നില്ല. അപ്പൊ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയി. അതിനിപ്പോ കുഴപ്പമൊന്നുമില്ല. രാത്രി ഇപ്പൊ കൊണ്ടുവരും ക്ലീറ്റോ. അതുവരെ ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് കഴിക്കാനുള്ളതും കൊണ്ടുവരും. അപ്പൊ 1 ഗ്ലാസ് ചായ ഇടണമെങ്കിൽ എന്ത് ചെയ്യും? ഗ്യാസ് വേണ്ടേ? വേണം. എനിക്കറിയാം. ചായ കുടിച്ചില്ല എന്നിട്ട് ചത്തൊന്നും പോകുന്നില്ല. വീട്ടിലിരിക്കുന്ന ഗ്യാസ് എടുത്തിട്ട് പോകേണ്ട കാര്യം ബിസിനസിന്. അതാണ് ഞാനും ചോദിക്കുന്നത്. ഇവിടെ ഇരിക്കാൻ എടുത്തോണ്ട് എന്തിനാ പോണേന്ന്. ഇനിയിപ്പോ അവൻ കൊണ്ടുവരും പറഞ്ഞിട്ടേ അവൻ കൊണ്ടുവരൂല. അവൻ പറയണമെന്ന് അറിയാമോ? ഗ്യാസിന്റെ വണ്ടി മറിഞ്ഞു പോയി എന്ന് പറയും. പോലീസ് സ്റ്റേഷനിൽ പ്രതികളൊന്നും വണ്ടി പറഞ്ഞ വരും. ഗ്യാസ് ഊറ്റി എന്തേ ക്ലീറ്റോ? വന്നോണ്ടിരിക്കുക. വരും. രാവിലെ എത്തും. രാവിലെയാ? കടലിൽ കിടക്കുക. അല്ലടേ ഒത്തിരി കണ്ട മൈതാനത്ത് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. എടാ നീ ബേളം വെക്കല്ലേ. ഞാൻ വിചാരിച്ച 1 ലക്ഷം സിലിണ്ടർ ഇവിടെ എത്തും. അങ്ങനെയാണ് മച്ചമ്മ മറിച്ചു വിട്ടാൽ നല്ല പൈസ കിട്ടും. അകത്ത് പോയി കിടക്കല്ല കൂടെ മറിച്ചു വെക്കാൻ നിൽക്കുന്നത്. അമ്മേനെ ചീത്ത കേൾപ്പിക്കാൻ വേണ്ടിട്ടാണ് ക്ലീറ്റ് ഇവിടെ നിന്നുള്ള കുറ്റി എടുത്തോണ്ട് പോയത്. അമ്മ ആരും ചെയ്തോളി. ദേ നിങ്ങളുടെ പെങ്ങള് ഇത്രയും നേരം വായ അടച്ചിട്ടില്ല. എന്റെ ക്ലീറ്റോ ചേട്ടൻ ഞാൻ അമ്മേനെ ചീത്ത വിളിച്ചിട്ടില്ല. ഇവിടുത്തെ ഗ്യാസ് ഒന്നാമത് തീരാറായിട്ടിരിക്കുന്നു. അപ്പൊ ഈ നറുകുറ്റി എടുത്ത് കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന്. ഇവിടുത്തെ ഗ്യാസ് തീർന്ന്. എന്റെ പൊന്നെ നിങ്ങളൊന്ന് അടങ്ങ്. സാധനം തരൂലാന്നോ ഇല്ലാന്നോ പറഞ്ഞില്ലല്ലോ. ഇജ്ജ് വരാൻ വൈകിയത് നാളെ രാവിലെ എത്തുമ്പോ അങ്ങ് തരും. അത് തന്നിട്ട് ഞാൻ 2 വർത്താനം പറയും ഇവിടെ എല്ലാവരും. തന്നിട്ട് പറഞ്ഞാൽ മതി. ഇപ്പൊ വിഴുങ്ങാനുള്ള സാധനം എല്ലാം ഉണ്ട്. ആവാൻ പൊറോട്ടയും ബീഫും ഉണ്ട്. കഴിക്കി. നിങ്ങൾ ആരും പട്ടിണിക്കൊന്നും ഇടുന്നു വിചാരിക്കല്ലേ. ഇപ്പൊ രാത്രി ഇങ്ങനെ പോയി. ഇപ്പൊ നാളെ രാവിലത്തേക്ക് രാവിലെ ആണെങ്കിൽ ദോശയും സാമ്പാറും ചമ്മന്തി രസോടെ ഞാൻ വാങ്ങിച്ചു തരും. വാങ്ങിച്ചു തന്നാ മതി. എന്ത് മനുഷ്യന്മാരാണിത്. അമ്മ പറഞ്ഞിട്ടുണ്ട് ഒരു നിവർത്തിയില്ലെങ്കിൽ അമ്മാവിന്റെ അടുത്ത് നിന്ന് എടുക്കാം. എടുക്കണ്ട നിങ്ങൾ ഇനി അമ്മാവനെ അറിയാലോ. പിന്നെ കിടന്ന് ചാവണ എന്തിനാ നീ? ഇവിടെ ഇരിക്കണ സാധനം എടുത്തോണ്ട് പോയിട്ട് ചാവണ എന്തിനാന്ന്. പൊറോട്ട ഇത് എടുത്ത് പോയി വിശക്കണം കൊണ്ട് കൊടുക്ക് കഴിക്കി. ഗ്യാസ് വരുന്നുണ്ട് വരെ ഫുഡ് മൊത്തം വി ഹെൽപ്പിന്റെ വക സെറ്റ്. എന്നാ കുഴപ്പമില്ല. നീ അവിടുന്ന് കഴിക്കോ റൊണാൾഡേ? അവ അങ്ങ് വന്ന് ഞാൻ അത് പറയാൻ ഏട്ടനെ വിളിച്ചോണ്ടിരുന്നത്. ഞാൻ പല കാര്യങ്ങളല്ലേ. ലില്ലേ ലില്ലേ ചായ. ചായ ആണെങ്കിലില്ല. വെള്ളം ഉണ്ടോ? വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. ഇരിക്കുന്നുണ്ടല്ലേ. വെള്ളത്തിനൊരു ക്ഷാമവും ഇല്ലല്ലോ. എന്നാലും എന്റെ അളിയൻ ഗ്യാസ് എടുത്തോണ്ട് പോയ നേരം തന്നെ
രാവിലത്തെ ചായ മാത്രമല്ല, രാവിലെ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ നിവൃത്തിയില്ല, ഉച്ചയ്ക്ക് നിവൃത്തിയില്ല, അനിശ്ചിത കാലത്തേക്ക് നിവൃത്തിയില്ല. അല്ല ഞാൻ ആലോചിക്കണേ, ഇവ ഗ്യാസ് എടുത്തുകൊണ്ട് പോയി ഉടനെ തന്നെ അങ്ങ് തീർന്നു എന്നുള്ളതാണ്. അതാണ് മനസ്സിലാവുന്നത്. എന്റെ ഏട്ടാ, ഇവിടെ ഒരു കുറ്റി ഗ്യാസ് എത്ര നാളാ ഉപയോഗിക്കുന്നത്? പറ. 1 മാസം. ആ ശരി. ഈ മാസം ഞാൻ 1.25 മാസം ഓടിച്ച്, അറിയാവോ? അതൊന്നും ഏട്ടൻ അറിയണ്ട. ആ മിടുക്ക് തന്നെയാണ്. നീ എന്റെ അമ്മ വഴക്ക് പറഞ്ഞതിനാ? അമ്മേനെ ഞാൻ വഴക്ക് പറഞ്ഞൊന്നുമില്ല. എന്താന്നറിയോ, ക്ലീറ്റോ ചേട്ടൻ വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഉടനെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് അമ്മയ്ക്കൊന്ന് ഒഴിവ് പറഞ്ഞുകൂടാന്നേ പറഞ്ഞുള്ളൂ. അല്ലാതെ ഞാൻ വഴക്കായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങളെയൊക്കെ ഒന്ന് സഹായിക്കായിരുന്നു എനിക്ക്. ക്ലീറ്റോ ചേട്ടനാ ഇവിടുന്ന് എന്തെങ്കിലും കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുപോയി തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുമല്ല, ഇപ്പൊ ബുക്ക് ചെയ്ത ഗ്യാസ് ഉടനെ കിട്ടുവോ? ഇല്ല. അതുകൊണ്ടാ ഞാൻ സഹായിക്കണ്ടെന്ന് പറഞ്ഞത്. ഉച്ചയ്ക്ക് മുമ്പ് കൊണ്ടുവരായിരിക്കുമല്ലേ ഗ്യാസ്? ക്ലീറ്റോ ചേട്ടനാ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഏട്ടൻ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ നോക്ക്. അമ്മയ്ക്കും കൂടെ ഓർഡർ ചെയ്യ്. ഇപ്പൊ രാവിലെ പടച്ചു പൊട്ടിട്ടുണ്ടാവും. എന്നാലും ഓർഡർ ചെയ്യാൻ പറ്റും. നോക്കാം. നോക്ക്. മതിയാ വെള്ളം? അമ്മൂമ്മ വേണമെങ്കിൽ എനിക്കിത് ഒറ്റയ്ക്കൊക്കെ ചെയ്യാം. ഇത് വെയിറ്റ് താങ്ങാൻ പറ്റൂ ഇപ്പൊ? കണ്ട, നീ അത് സർക്കസ് കാണിക്കാതെ നീ നിന്റെ കാര്യം നോക്കുക വെച്ചാ. മാമൻ വരുമ്പോ താക്കോല് വെച്ച് നോക്കാം. അടങ്ങിയിരുന്നോട്ടെ രണ്ടുപേരും. അച്ഛൻ ഉച്ചയ്ക്ക് വരുമ്പോ പാഴ്സൽ കൊണ്ടുവരും കേട്ടോ അമ്മേ. അയ്യോ, അത് ഗിരിജായൻ ഇപ്പൊ ഗ്യാസ് കൊണ്ടുവരും, ഇവിടെ ഉണ്ടാക്കാം. ഇനി ഗ്യാസ് കൊണ്ടുവന്നിട്ട് ഇനി എപ്പോ ഉണ്ടാക്കാനാണ്? അമ്മ ഉണ്ടാക്കട്ടെ. ഉച്ചക്കത്തെ കാര്യം ഇങ്ങനെ പോട്ടെ. കണ്ടോ? അരമണിക്കൂറിനകത്ത് ഗ്യാസ് വരും. വരും 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 വരും. എപ്പോ വരും? അരമണിക്കൂറിൽ ഗ്യാസ് എത്തും. മിക്കവാറും വരും. അമ്മാവനല്ലേ ഗ്യാസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞത്? അമ്മാവൻ കൈയും വീശി വരുന്നത് ഗ്യാസ് എന്തേ അമ്മാവാ? അത് വീട്ടിലെ ഗ്യാസ് കഴിയാറായെന്നും പറഞ്ഞിട്ട് ഗിരിജ ഗ്യാസ് തന്നില്ല. ബുദ്ധിയുള്ളവരാരെങ്കിലും ഈ സമയത്ത് സിലിണ്ടർ തരുവോ? എന്റെ ലില്ലി, നീ ഇന്നലെ തുടങ്ങിയതാണല്ലേടി, നിന്റെ ആങ്ങളെല്ലേടി കൊണ്ടുപോയത്? എന്റെ ചേച്ചി ആങ്ങളെ കൊണ്ടുപോയെന്നല്ല, ആരെങ്കിലും ഗ്യാസ് തരുവോ? ഇപ്പം എത്ര ഹോട്ടലാന്നറിയോ അടച്ചു പൂട്ടിയേക്കുന്നത്? കിട്ടാനുണ്ടോ ഗ്യാസ്? അതെ, ഇവിടെ ഇപ്പൊ ഗ്യാസിന് ക്ഷാമമൊന്നുമില്ല ഈ പറയുന്ന പോലെ. അത് പിന്നെ ഈ ഗതാഗതത്തിന്റെ ചെറിയ തടസ്സമുണ്ട്. അല്ലല്ലേ, ക്ഷാമം ഇല്ലാഞ്ഞിട്ടാണ് ഇന്നലെ രാത്രി കൊണ്ടുവരാഞ്ഞത്. വരുമല്ലോ. ഈ നമ്മുടെ ഈ ഹോർമൂസ് കടലെടുക്കല് ഏതാണ്ട് 3 കപ്പല് ഗ്യാസുമായിട്ട് അത് അതിൻ്റെ ഇടയിൽ കിടക്കാണ് പെട്ട്. എടേ, നീ ഇവിടെ ഉള്ള കാര്യം പറ. ഇതൊക്കെ രാജ്യത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറാനെ ആക്രമിക്കേണ്ട കാര്യമില്ലായിരുന്നു. അതാണ് മെയിൻ പ്രശ്നം. അത് അണുവായുധം കയ്യിലുള്ള കാര്യം. എന്ത് കുണുമായതായാലും ഇപ്പൊ നമ്മളെ കാറ്ററിംഗ് എത്ര എണ്ണമാണ് ക്യാൻസൽ ആയെന്ന് അറിയാമോ? കുറെ പരിപാടി പോയി. പരിപാടി പോണെങ്കിൽ പോട്ടെ, ഉച്ചക്ക് എന്ത് കഴിക്കും എന്നുള്ളത് പറ. ഉച്ചയ്ക്കുള്ള ബിരിയാണി പാഴ്സൽ ഞാൻ കൊണ്ടുവരാം, നിങ്ങൾ സമാധാനിട്ടിരിക്കും. വേണ്ട, ഇവിടുത്തെ ആഹാരം ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. ഇതിനു മുമ്പ് ഗ്യാസ് ഇല്ലാതല്ലേ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചോണ്ടിരുന്നത്. നിങ്ങൾ പോകാനുള്ള കാര്യങ്ങൾ നോക്കി. വേണ്ട, ഗ്യാസ് ഇപ്പൊ വരും. ഇപ്പൊ എത്തും. ഞാൻ വന്നില്ലെങ്കിലുണ്ടല്ലോ പോയിട്ട് വരാം. പണ്ടത്തോലെ തീ ഒന്നും കൊള്ളാൻ പറ്റത്തില്ല. ഇപ്പം തോറ് ചൂടാ. കേട്ടെ, അതൊന്ന് എടുത്ത് കത്തിച്ചായി. വിറക് എത്ര അവിടെ കിടക്കണറിയോ? ആർക്കും വയ്യല്ലേ? പിന്നെ നിന്റെ അടുത്ത് ഗ്യാസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നിനക്ക് വയ്യായിരുന്നല്ലോ. അതിന്റെ ശിക്ഷയായി വിറവ് ഇറക്കല്. എന്റെ ചേച്ചി, ഒരു പെണ്ണുങ്ങളും വീട്ടിലെ ഗ്യാസ് ഉണ്ടെങ്കിൽ തരില്ല. വീട്ടിലെ കണക്ട് ചെയ്ത കുറ്റി ഇന്ന് തീരുത്രേ. പിന്നെ മറ്റേ കുറ്റി ഇങ്ങോട്ട് തന്നയച്ചാൽ അവളെന്താ ചെയ്യാന്നാ പറയുന്നത്? യുദ്ധേ 2-3 മാസമൊക്കെ നീണ്ടുക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഗ്യാസേ കിട്ടാണ്ടാവും. അല്ല, ഞാനതല്ലോ ആലോചിക്കണേ. ഇപ്പൊ ഈ കഷ്ടപ്പെട്ട് ഈ ഭക്ഷണമൊക്കെ ഇവിടെ വെച്ചുണ്ടാക്കിയിട്ട് അവൻ വല്ല പാർസലും മേടിച്ചു കൊടുന്ന ഈ ഭക്ഷണം എന്താ ചെയ്യാ? അയ്യേ, അതൊന്നും ഇനി നടക്കത്തില്ല. കടയൊക്കെ ഇപ്പൊ അടച്ചാണ്. ഇനി പാഴ്സലൊന്നും കിട്ടാൻ പോണില്ല. പല ഹോട്ടലും അടച്ചു എന്നാ പറയുന്നത് കേട്ട്. അല്ല, ഇനിയിപ്പൊ ഈ ഗ്യാസ് അടുപ്പ് എല്ലാവരും ഉപയോഗിക്കേണ്ടാവുന്നേ. വീട്ടിലൊന്നും ഇനി ചോറും കറിയും വെക്കില്ല പെണ്ണുങ്ങള്. ഒക്കെ ഈ ഫോണിലങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്യില്ല. എന്താ ഇതിന് പറയാ? സ്നെഗ്ഗിയോ? ഈ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തോ? സ്നാഗി അല്ല, സ്വിഗ്ഗി. സ്വിഗ്ഗി. അതിലാണ് ഇനി എല്ലാവരും ഓർഡർ ചെയ്യുക. താഴത്തിട്ട് കൈ പിടിച്ചോണ്ട് ഇതിവിടെ വെച്ചോ. ഇതൊക്കെ അവിടെ വെച്ചോ, തട്ടിമുട്ടി വീഴണ്ട. മതി, ഇത്ര മതിയോ? മതി. ഉപ്പ
വേണ്ട, നല്ല ഒരു ചോറും ഒരു 4 കൂട്ടം കറികളും ഉണ്ടാക്കിയിട്ട് എന്ന മേൽക്കാര്യം. അല്ല, ഗ്യാസ് ഇല്ലാതെ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചോരല്ലേ, അറിയണമല്ലോ ഇതൊക്കെ ഒക്കോ ഇല്ല. ആവശ്യമുണ്ടോ? നമുക്കറിയണമല്ലോ. ചേച്ചി അടുപ്പിൽ വെക്കണ സാധനം ഫോട്ടോ എടുത്തിട്ട് ഗിരിജയ്ക്കൊന്ന് അയക്കണം. അടുപ്പിലെ കത്തിക്കണം അവളൊന്നും അറിയണം. ശരിയാ. എല്ലാം ആയല്ലോ, ഇനി ഒന്നും ഇല്ലല്ലോ. കരിവേപ്പിന്റെ വടിയേക്കിനടി ഈ അപ്പുറത്ത് പോയിട്ട് 4 നല്ല കരിവേപ്പില മേടിച്ചു കൊടുന്ന. കരിവേപ്പില ആണോ മക്കളെ? ഒരു കാര്യം ചെയ്യുന്നപ്പോ ഒരു ഇച്ചിരി കറിവേപ്പില ഇങ്ങനെ എടുത്തോണ്ട് അപ്പൊ അത് വാടിയതാ, അത് നല്ല മേടിച്ചു. ഞാൻ പറിച്ചിട്ട്. അപ്പുറത്ത് പോയി കളിക്ക്. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതിട്ടാ. എന്നാ ഫോണൊന്നും എടുക്കട്ടെ. അറിയണല്ലോ, ഗ്യാസ് ഉണ്ടെങ്കിലേ ആഹാരം വയ്ക്കാനും ഒക്കത്തുള്ളന്ന്. അങ്ങനെ ആയാലും കൊള്ളത്തില്ലല്ലോ. മുത്തേ, ഓ, എന്തിനു പരിപാടി? ഞാനിത് വേപ്പല അമ്മമ്മ പറഞ്ഞിട്ടിട്ട്. എങ്ങനെ പോണിപ്പോ പഠിത്തവും കാര്യങ്ങളൊക്കെ? ഓ, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലാതെ ഞാൻ അടുത്ത ആഴ്ച ചിലപ്പോ എറണാകുളത്തോട്ട് വരും, മുത്തിന്റെ കോളേജിന്റെ അടുത്ത്. പറഞ്ഞൊരു ചെറിയ പ്ലാനും കാര്യമൊക്കെ ഉണ്ട്. രാവിലെ അവിടെ എന്തിനു ബഹളം? അത് ഡാഡി കാറ്ററിങ്ങിന് വേണ്ടി ഗ്യാസ് എടുത്തോണ്ടി, അപ്പൊ അത് തിരിച്ച് ഫില്ല് ചെയ്ത് കിട്ടിയില്ല. അപ്പൊ അങ്ങനെ ആകെ പ്രശ്നമായിട്ടിരിക്കും. യുദ്ധം വന്ന വഴിയിൽ എന്തെല്ലാം ദുരന്തങ്ങളില്ലേ അനുഭവിക്കണം നമ്മള്. ഗ്യാസ് കഷ്ടം. ഇടയ്ക്ക് ഞാൻ ഗൾഫിലൊക്കെ പോകാൻ വേണ്ടി ഇരുന്നതാണ്. വിസയും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ വിചാരിച്ച് നമ്മളെ നാടും ഈ പറമ്പും അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇത് മതിയല്ലേ, നമ്മൾ ഗൾഫിൽ പോണ്ട. മൊത്തം എന്തിനു പറയണം, പോണ്ട, ഇവിടെ നിക്കാന്ന്. അപ്പൊ ഈ ഗ്യാസ് ആണ് പ്രശ്നമില്ലേ? ഞാൻ പോട്ടെ. ശരി, ഒത്തോക്കോ. ആകെ പോണേ. ഓ, മൂന്ന് കുട്ടികളും കൂടി എന്ത് ചെയ്യുക? എന്ത് ചെയ്യുക മൂന്നും കൂടി? ചില്ലിങ്. അപ്പൂപ്പനും അമ്മ എന്തേ? അപ്പൂപ്പനും അമ്മയും ചായപ്പില് വൻ പാചകം. അതിന് ഗ്യാസ് കിട്ടിയില്ലല്ലോ. വിറകില്ല. എന്റെ പൊന്നെ, പാഴ്സല് വാങ്ങിക്കുമെന്ന് പറഞ്ഞതാണേ. പറഞ്ഞ കേക്കണ്ടേ? നടരാജ, നീ ഒന്നിലും ഞാൻ പറഞ്ഞല്ലേ ചേച്ചിയോട് കണി കാണാൻ കിട്ടൂല ഇനിയെന്ന്. ഈ ഗ്യാസിന്റെ ഷോർട്ടേജ് അത് പറ അവരോട്. അല്ലാതെ പഴയ പോലെ കല്യാണം ആഘോഷം ആർഭാടായിട്ട് നടത്താനൊന്നും പറ്റൂല. ഈ സാഹചര്യം വെച്ചിട്ട് ഇല്ലെങ്കിൽ കല്യാണം കുറച്ച് മാറ്റി വെക്കാൻ പറ, യുദ്ധം കഴിയട്ടെ. നീ പറഞ്ഞാൽ മതി. ഒന്നും പറയണ്ടെന്നേ. ഗ്യാസ് വരും. ഈ ഗ്യാസും കൊണ്ടുവന്ന വണ്ടി പോലീസ് പിടിച്ച് അകത്ത്. ഗ്യാസും കൊണ്ടുവന്ന വണ്ടിയെ പോലീസ് പിടിച്ച് അകത്ത്. അല്ല, ഗ്യാസിന്റെ പ്രശ്നമല്ല, വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല. നീ ഇപ്പൊ 2 ദിവസം കഴിഞ്ഞ് ഇൻഷുറൻസ് എടുക്കുക, അവധിയല്ലേ? ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ഇനി 2 ദിവസം കഴിയണം. അപ്പൊ അതുവരെ വണ്ടി സ്റ്റേഷനിൽ കിടക്കുക. അപ്പൊ ആ ഗ്യാസ് സ്റ്റേഷനിൽ തൊണ്ടിയോടെ പിടിച്ചിട്ടേക്കണ വണ്ടി ഗ്യാസ് എടുക്കാന്ന് പറഞ്ഞാൽ വരും. ഗ്യാസ് എത്തും, കിട്ടും. പിന്നെ ബിരിയാണി, ഭക്ഷണമുണ്ട്. കപ്പൽക്കോട്ട ബിരിയാണി, സൂപ്പർ ബിരിയാണി. എല്ലാവരും കഴിക്കേട്ടാ. അല്ല, കഴിച്ചേട്ടോ. എന്ത് രുചിയായിരുന്ന ബിരിയാണി. നുണയടി. പിന്നല്ലേ, മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതെ, നിങ്ങൾക്കൊക്കെ അല്ലേ ഗ്യാസ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റായുള്ളൂ. വാ, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വാ. ചേച്ചി അവിടെ 4 കൂട്ടം കറിയും ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണി ബിരിയാണി വൈകിട്ട് കഴിക്കാം. വൈകിട്ട് ഈ ചെറുക്കനൊക്കെ അങ്ങോട്ടേ ഓടുന്നത്. നിങ്ങൾ ഉപയോഗിച്ചോ, അവിടെ തെറ്റ് എടുത്തോ. അല്ല, ഗ്യാസ് ഇല്ലാന്ന് സുലി ചേച്ചിയല്ലേ പറഞ്ഞത് ഗ്യാസ് ഇല്ലാന്ന് ചോദിച്ചപ്പോ? അല്ല, ഇനി 1 മാസം കഴിഞ്ഞല്ലേ കിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇല്ലെന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ ഇവൻ പറഞ്ഞു മുത്ത് ഗ്യാസ് ചോദിച്ചു, ഇവിടെ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ പ്രശ്നമാണെന്ന്. അങ്ങനെ പിന്നെ മുത്ത് ചോദിച്ചെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എടുത്തോളാം. ഒരു ഇല പോലും എടുക്കാത്തോണ്ട് എനിക്ക് ഗ്യാസ് വലിച്ചു എടുത്തോണ്ട് ഇങ്ങോട്ട് ഓടിയത്. അതുകൊണ്ടാണ് പിന്നെ മുത്തിനാണോന്ന് കണ്ട ഞാൻ തന്നു. അമ്മ ഡ്രസ് മാറിയിട്ട് വരാം നമുക്ക്. അല്ല, ഈ യുദ്ധം നടക്കുമ്പോഴേ അയൽ രാജ്യങ്ങളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമില്ലേ? അതുകൊണ്ടാണേ
അപ്പൊ തെറ്റിദ്ധരിച്ചാലേ വാ ഇത് ഇങ്ങോട്ട് ഇവിടെ ഇവിടെ ഇവിടെ, ഇങ്ങോട്ട് നേരെ നേരെ പൊക്കോ, പൊക്കോ, ആ. ശരി, ശരി, ചേച്ചി നേരെ ഇല്ല 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 പൊക്കോ നേരെ നേരെ പൊക്കോ ഇല്ല 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 ആ ചരിഞ്ഞോ ചരിഞ്ഞോ ആ പൊക്കോ